വെൽക്കം ടു ഷെലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് മാൻചൗ ചിക്കൻ സൂപ്പാണ്. പാനിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഒരു പാക്കറ്റ് നൂഡിൽസ് ഇടാം. ഹൈ ഫ്ലെയിമിലിട്ട് 1 മിനിറ്റ് ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കാം. നൂഡിൽസ് ഒരുപാട് അങ്ങ് വെന്തു പോകേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ആയാൽ മതി. ഇപ്പം എല്ലാം ഒന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിത് ഊറ്റി വെച്ച് വെള്ളം നന്നായിട്ടൊന്ന് കളയണം. ഇപ്പം നന്നായി ഊറ്റി വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ആവശ്യത്തിന് ഉപ്പ്, ഇനി നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 5 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിക്കാം. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച നൂഡിൽസ് നമുക്ക് നന്നായിട്ട് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഒന്ന് മൊരിയുമ്പോൾ ഒന്ന് മറിച്ചിടാം. നല്ല ക്രിസ്പി ആവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ 2 സൈഡ് നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. 10-12 ചിക്കൻ പീസുകൾ എടുത്തിട്ടുണ്ട്. നെയ്മയമുള്ള പീസുകളാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ചിക്കൻ സ്റ്റോക്കിന് വേണ്ടിയിട്ടുള്ളതാണിത്. പ്രഷർ കുക്കറിലേക്ക് ചിക്കൻ പീസും 2.25 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ്, 1/2 സ്പൂൺ കുരുമുളക് പൊടിയും 4 വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ട് 3 വിസിൽ വരുത്താം. ഇപ്പം 3 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ ചിക്കൻ സ്റ്റോക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിൽ നിന്ന് ചിക്കൻ പീസുകൾ മാറ്റാം. ചിക്കൻ സ്റ്റോക്കും മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ ചിക്കൻ പീസ് നന്നായി ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിന് മാറ്റി വയ്ക്കാം. ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. മാറ്റി വയ്ക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിക്കാം. 4 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 1/4 സ്പൂൺ ഇഞ്ചി ചെറുതായി മുറിച്ചത് ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഇനി അതിലേക്ക് പകുതി സവാളയും 1 സ്പൂൺ സെല്ലറിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം 1 മിനിറ്റ്. ഇനി അതിലേക്ക് 1/4 കപ്പ് കാബേജ് ചേർക്കാം. ഒരു പകുതി റെഡ് കാപ്സിക്കം ചെറുതായി മുറിച്ചത്, 1/4 കപ്പ് ക്യാരറ്റ്, 2 സ്പൂൺ ഗ്രീൻ കാപ്സിക്കം ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഇപ്പം നമുക്ക് റെഡ് കാപ്സിക്കം ഇല്ലെങ്കിൽ ഗ്രീൻ കാപ്സിക്കം തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഹൈ ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്യാം. ഇനി അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു പിഞ്ച് പഞ്ചസാര ചേർക്കാം. നമ്മളുടെ എരിവും മധുരവും ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. ഇനി അതിലേക്ക് നേരത്തെ എടുത്തു വെച്ച ചിക്കൻ സ്റ്റോക്ക് ചേർക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കാം. ഇത് 4 പേർക്കുള്ള അളവാണിത്. നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ അനുവദിക്കാം. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. എരിവ് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ആവശ്യമാണെന്ന് തോന്നുവാണെങ്കിൽ ഉപ്പ് ചേർക്കാം. നന്നായിട്ട് ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കാം. ഇപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കോഴിമുട്ട ബീറ്റ് ചെയ്ത് വെച്ചത് ചേർക്കാം. 1 മിനിറ്റ് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം.
അപ്പം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചിക്കൻ പീസുകൾ ചേർക്കാം. ഒരു മിനിറ്റ് നന്നായിട്ട് ഒന്ന് തിളപ്പിക്കാം. 1/2 സ്പൂൺ വിനീഗർ ചേർക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച കോൺഫ്ലോർ മിശ്രിതവും കൂടെ ചേർത്ത് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ മാങ്ചൗ ചിക്കൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നേരത്തെ എടുത്തു വെച്ച ഫ്രൈഡ് നൂഡിൽസും കൂടി ഇട്ട് നമുക്ക് സെർവ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.